മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേ ചോദ്യങ്ങൾ കമൻറ്റുകൾ വന്നിരുന്നു. ഇതിനെക്കുറിച്ച് ഒന്നോ രണ്ടോ വരിയിൽ ഉത്തരം പറയാം. സാറിന് ജ്യോതിഷം ശരിക്കറിയാമോ എന്ന് സംശയമാണ്. ഈ ലോകത്തിലെല്ലാം ശരിക്കറിയുന്നവരുണ്ടെന്ന് എനിക്കും തോന്നണില്ല, എനിക്ക് സംശയമാണ്. ഡോക്ടർ CNR റാവു എന്ന് പറയുന്ന ഭാരതരത്ന അവാർഡ് കിട്ടിയ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം നോബൽ സമ്മാനം കിട്ടിയ ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അത്രേ, ഐ നോ സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി വെരി വെൽ. എനിക്ക് സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി എന്ന വിഷയം നല്ലോണം അറിയാം. ഐ വുഡ് ലൈക്ക് ടു വർക്ക് അണ്ടർ യുവർ ഗൈഡൻസ്. എന്ന നോബൽ സമ്മാനം സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയിൽ സൂപ്പർ കണ്ടക്ടിവിറ്റിയിൽ നോബൽ സമ്മാനം കിട്ടിയ വ്യക്തിയുടെ അടുത്ത് എന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റിയിൽ നോബൽ സമ്മാനം കിട്ടിയ വ്യക്തി ഇദ്ദേഹത്തിനോട് തിരിച്ചു പറഞ്ഞു, ഡിയർ മിസ്റ്റർ റാവു, ഐ ആം ട്രൈയിങ് ടു പുട്ട് മൈ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി ഗ്രേറ്റ് ടവർ ഓഫ് സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി. You are telling that you know solid state chemistry, so I would like to work under your guidance. മലയാളത്തിൽ പറയാം, സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം കിട്ടിയ വ്യക്തി അടുത്ത് എന്ന് CNR റാവു പറഞ്ഞു, എനിക്ക് സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി അറിയാം, ഞാൻ അങ്ങയുടെ കീഴിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം കിട്ടിയ വ്യക്തി തിരിച്ച് ഇങ്ങേരോട് പറഞ്ഞത്, സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി എന്ന മഹാസൗധത്തിലെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കാലുവെക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ, പക്ഷെ നിങ്ങൾക്കത് നല്ലോണം അറിയാം, അപ്പം ഞാൻ നിങ്ങളുടെ കീഴിലാണല്ലേ വർക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. നോബൽ സമ്മാനം കിട്ടിയാലും ശരി, ആ വർക്കിൽ അവരൊക്കെ സർവജ്ഞരാണ് എന്ന ധാരണ ആർക്കും ഉണ്ടാവേണ്ട. ഗോപാലകൃഷ്ണന്റെ ജ്യോതിഷത്തെക്കുറിച്ചുള്ള സംശയത്തിൽ അറിവിൽ നിങ്ങൾ സംശയിക്കുന്നത് വളരെ ന്യായമാണ്, ഒരു തെറ്റുമില്ല. അടുത്ത 37 വർഷം ജ്യോതിഷം പഠിക്കണമെന്ന് പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. താൻ 7 വർഷമേ പഠിച്ചിട്ടുള്ളൂ. ഒരു പുസ്തകത്തിൽ 37 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, വേറൊരു പുസ്തകത്തിൽ 50 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, വേറൊരു പുസ്തകത്തിൽ 5 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ചില പുസ്തകത്തിൽ 1 ജന്മം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, വേറെ പുസ്തകത്തിൽ 10 ജന്മം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിലേത് വേണമെങ്കിലും നിങ്ങൾ സ്വീകരിക്കുക. അക്ഷയ തൃതീയ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് മംഗലാപുരത്തുകാരുടേതാണ് എന്നുള്ള ധാരണ തെറ്റാണ്. മംഗലാപുരത്തുകാരുടെയാണ് അക്ഷയ തൃതീയ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പകുതി കേട്ട് പകുതി വികൃതമായിട്ട് വ്യാഖ്യാനിച്ച് എന്തിനാ ഇങ്ങനെ നിങ്ങൾ പറയുന്നത്? എല്ലാ പുരാണങ്ങളിലും പ്രഥമ, ഓരോ മാസത്തിലും വരുന്ന പ്രഥമ, ഓരോ മാസത്തിലെയും ദ്വിതീയ, ഓരോ മാസത്തിലെയും തൃതീയ, ഓരോ മാസത്തിലെയും കറുത്ത പക്ഷത്തിലും ശുക്ലപക്ഷത്തിലും വരുന്ന തിഥികളെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും പറയുന്നുണ്ട്. എല്ലാ പുരാണങ്ങളിലും ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ചയിലെ വ്രതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ പുരാണങ്ങളിലും ഉണ്ട്, ഒരെണ്ണത്തിലല്ല. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീര നക്ഷത്രങ്ങളിലെ വ്രതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോ മാസത്തിലും ഇത് വ്യത്യാസപ്പെട്ടു വരും, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അക്ഷയ തൃതീയെക്കുറിച്ച് എല്ലാ പുരാണങ്ങളിലും പറയുന്നുണ്ട്. പക്ഷേ അക്ഷയ തൃതീയ സ്വർണ്ണ കച്ചവടത്തിനും സാരി കച്ചവടത്തിനും സ്റ്റീൽ പാത്ര കച്ചവടത്തിനും ഉപയോഗിക്കാനുള്ള സ്വർണ്ണ കച്ചവടത്തിന് ഉപയോഗിക്കാം എന്നുള്ളത് തുടങ്ങിയത് മംഗലാപുരത്തെ തുളു ബ്രാഹ്മണരാണെന്നാണ് ഞാൻ പറഞ്ഞത്. അക്ഷയ തൃതീയ തുടങ്ങിയ ഞാനാണെന്ന് പറഞ്ഞിട്ടില്ല. ശരിക്കും വേദന തോന്നുന്നത് പറയാത്തത് പലതും വായിക്കകത്ത് കയറ്റിയിട്ട് ഗോപാലകൃഷ്ണൻ അത് പറഞ്ഞു എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു മാനസിക രോഗമുള്ളവരുടെ ചില ചോദ്യങ്ങളാണ് വേദന തോന്നുന്നത്. പറഞ്ഞത് എന്താണെന്ന് പോലും മര്യാദയ്ക്ക് മനസ്സിലാക്കാതെ. പണ്ടിവിടെ അക്ഷയ തൃതീയയുടെ സ്വർണ്ണ കച്ചവടം ഉണ്ടായിരുന്നോ മാത്രം ആലോചിച്ചാൽ മതിയല്ലോ. ഇതാരോ കൊണ്ടുവന്നതാണ് ഇവിടെ. അത് പറ്റിക്കലോ വെട്ടിക്കലോ തട്ടിക്കലോ നിങ്ങൾ തന്നെത്താനെ തീരുമാനിച്ചോളാം. പക്ഷേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവരാണെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ ഗ്രൂപ്പിൽ പെട്ട ആളാണ്, അതുകൂടി ചേർത്തിട്ടാണ് പറഞ്ഞത്. പല സ്ഥലത്ത് ഒരേ ചോദ്യത്തിന് പലരും പല ഉത്തരം പറയുന്നു. ഒരേ ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ട്. ഒരു റോസാപ്പൂവ് ഒരു പൂജാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് അതിനെക്കുറിച്ച് 2 വരി പറയാൻ പറയാം. അതേ റോസാപ്പൂ 18 വയസ്സായിട്ടുള്ള പെൺകുട്ടിയുടെ കൈ കൊടുത്തിട്ട്, അതേ റോസാപ്പൂ പൂക്കച്ചവടക്കാരൻ്റെ കൈ കൊടുത്തിട്ട്, അതേ റോസാപ്പൂ ഒരു റീത്ത് ഉണ്ടാക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട്, അതേ റോസാപ്പൂ ഒരു ബോട്ടണി പ്രൊഫസറുടെ കൈ കൊടുത്തിട്ട്, അതേ റോസാപ്പൂ ഒരു കവിയുടെ കൈ കൊടുത്തിട്ട്, അതേ റോസാപ്പൂ ഒരു കെമിസ്ട്രി പ്രൊഫസറുടെ കൈ കൊടുത്തിട്ട് ഉത്തരം പറയാം. അവർ ഓരോ രീതിയിലായിരിക്കും പറയുക, പക്ഷെ എല്ലാം റോസാപ്പൂവിനെ കുറിച്ചിട്ടായിരിക്കും. ഒരു പെൺകുട്ടിയാണ്, സാറ് വിഷം വിതയ്ക്കുന്നു, ഇന്ന് ഭാരതത്തിനകത്തുള്ള കേരളത്തിനകത്തുള്ള വിഷം ഇല്ലാതെയാക്കാൻ
ഗോപാലകൃഷ്ണൻ പ്രതിവിഷം വിതയ്ക്കേണ്ടത് ആവശ്യമാണ്. ഈ പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ പേര് പറയണമെന്നുണ്ട്. പക്ഷെ ആ പേര് നോക്കിയാൽ അത് ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയില്ല. മഹാഭാഗ്യത്തിന് അച്ഛനും അമ്മയും അറിഞ്ഞിട്ട പേരാണ്. ആണാണെന്നും പറയാൻ പറ്റില്ല, പെണ്ണാണെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നു. ഇപ്പോ വിഷം ഇവിടെ ഉള്ളതിന് ആന്റി വെനം വേണം. ഇവിടെ ബയോട്ടിക്, വിഷാംശമുള്ള ബയോട്ടിക്കിന് ആന്റിബയോട്ടിക് വേണം. അതാണ് ഞാൻ കൊടുക്കുന്നത്. തെറ്റ് ചെയ്യുന്നവരെ പച്ചയ്ക്ക് അത് വിളിച്ചു പറയുകയും ശരി ഏതെന്ന് അറിയാവുന്ന ലെവലിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയും പഠിക്കാനും പഠിപ്പിക്കാനും പ്രതികരിക്കാനും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും ശ്രമിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ടത് വിഷമാണെന്ന് തോന്നുകയാണെങ്കിൽ അവനവൻ്റെ മനസ്സിനകത്തുള്ളതോ ആണോ എന്ന് തന്നെ ചിന്തിക്കാം. സന്ദർഭം കിട്ടുമ്പോൾ എല്ലാം ക്രിസ്ത്യാനികളെ സാറ് വിമർശിക്കുന്നു. സന്ദർഭം കിട്ടുമ്പോൾ അല്ല, സന്ദർഭം ഉണ്ടാക്കിയിട്ട് വിമർശിക്കാറുണ്ട്. ചെയ്യുന്നത് മൊത്തത്തിൽ കള്ളത്തരാണെങ്കിൽ ആ മതം മാറ്റം നടത്താനും എല്ലാ ചതിയും വഞ്ചനയും പറ്റിക്കലും അതൊന്ന് അറിയിക്കണ്ടേ. എല്ലാ പ്രഭാഷണവും എല്ലാവരും കേട്ടു എന്ന് വരില്ല. യൂട്യൂബിൽ എല്ലാവരും കേട്ടു എന്ന് വരില്ല. അപ്പൊ ചിലപ്പോൾ ഒരെണ്ണേ കേട്ടുള്ളൂ എന്ന് വരും. അതിനകത്ത് ഇങ്ങനെ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന കള്ളത്തരത്തെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അയാൾക്കത് അറിയില്ലല്ലോ. അപ്പോൾ ഓരോ പ്രഭാഷണവും എല്ലാവരും കേൾക്കുമെന്ന ധാരണ എനിക്കില്ല. ചില പ്രഭാഷണമേ കേൾക്കുള്ളൂ. അപ്പൊ അവർക്കും ഈ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന കള്ളത്തരം മനസ്സിലാക്കാൻ വേണ്ടിയാണ് എല്ലാ പ്രഭാഷണത്തിലും അത് പറയുന്നത്. പിന്നെ ദക്ഷിണ വെച്ച ജ്യോതിഷം 1500 രൂപ കൊടുത്ത് രൂപ ഏത് വ്യക്തി മേടിക്കുന്നതിലും ഒരു ഡോക്ടറാണെങ്കിൽ അദ്ദേഹത്തിന് ജീവിക്കണം, ഒരു സിനിമാ നിർമ്മാതാവിന് ജീവിക്കണം, ഒരു നടന് ജീവിക്കണം, ഒരു ചിത്രത്തൊഴിലാളിക്ക് ജീവിക്കണം, ഒരു സംഗീതജ്ഞന് ജീവിക്കണം, എല്ലാവർക്കും ജീവിക്കണം, ജ്യോതിഷനും ജീവിക്കണം. പക്ഷെ എണ്ണി കണക്ക് പറഞ്ഞ് 5 മിനിറ്റിലെ ജോലിക്ക് 1500 2000 രൂപ വാങ്ങിക്കുമ്പോൾ സൂപ്പർ സ്പെഷ്യൽ ആശുപത്രിയിൽ പോലും ഒരു സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ 400, 350, 400 രൂപയേ ഉള്ളൂ. സൂപ്പർ സ്പെഷ്യാലിറ്റിയുള്ള ഹോസ്പിറ്റലിൽ പോലും അല്ലെങ്കിൽ വീട്ടിൽ പോലും. അടുത്ത കാലത്തൊരു നല്ല ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോൾ 500 രൂപ ഞാൻ കൊടുത്തപ്പോൾ അവർ 200 രൂപ തിരിച്ചു തന്നു. 300 രൂപ മേടിച്ചിട്ടു. പ്രശസ്തയായിട്ടുള്ള ഡോക്ടറാണ്. അത്ഭുതം തോന്നി എനിക്ക്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ പൈസ വാങ്ങിക്കുക, കഴുത്തിറക്കുന്ന മാതിരി വാങ്ങിക്കാതിരിക്കുക. സാറിനെ ഉപദേശിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി ഡോക്ടർ ശൈലജ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നല്ല ബുദ്ധിയുള്ള സ്ഥിതിക്ക് ഉപദേശിക്കാൻ ആരും വേണ്ട. ഇന്നത്തെ മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജിൽ ഇടതുവശത്തുണ്ട്. ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, മുഖ്യമന്ത്രിക്ക് 8 ഉപദേശികളുണ്ടെന്ന് ഒരാൾ പറഞ്ഞു, വേറൊരാൾ പറഞ്ഞു 6 ഉപദേശികളെ ഉള്ളൂന്ന്. കൃത്യ നമ്പർ ആർക്കും അറിഞ്ഞൂടാ. അപ്പൊ ശൈലജ ഉപദേശികൾ വേണ്ട, ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറയണില്ല. ഞാൻ എല്ലാവരുടെ ഉപദേശവും എടുക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ യൂട്യൂബിൽ പല കാര്യങ്ങൾ പറയുന്നത് ഓരോരുത്തരുടെ ഉപദേശം കേട്ടിട്ട് അതിലെ നന്മകൾ എടുത്തിട്ടാണ്. പക്ഷേ ശൈലജ എനിക്ക് ബുദ്ധിയുണ്ട്, ഉപദേശികൾ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് മുഖ്യമന്ത്രിയെയാണ്. വെറുതെ ഓർത്തുന്നേ ഉള്ളൂ, വേറെ പാര വെച്ചോണ്ടോ നെഗറ്റീവ് അർത്ഥത്തിലോ അല്ല. 6, 7, 8 ഉപദേശികൾ ഒരാൾക്ക് വേണ്ടി വരുന്നത് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഏതായാലും കൂടെയുള്ളവരെന്ന് പറഞ്ഞാൽ നന്നായി. പ്രണാമം, നമസ്കാരം.